Our next topic is application of solar energy. So the main applications of solar energy are: first one, heating and cooling of residential building. Second one, solar water heating. Next is solar drying of agricultural and animal products. Solar cookers. Solar engines for water pumping. Salt production by evaporation of seawater. Solar refrigeration. Solar electric power generation. Solar photovoltaic cell which can be used for electricity. സോളാർ ഫർണേസസ്. ഇതൊക്കെയാണ് സോളാർ എനർജിയുടെ മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്. ഇതിലെ ചിലതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ് സോളാർ എനർജി കളക്ടേഴ്സ്. ഇറ്റ് ഈസ് ദ ഡിവൈസ് ഫോർ കളക്ടിങ് സോളാർ റേഡിയേഷൻ ആൻഡ് ട്രാൻസ്ഫർ ദ എനർജി ടു എ ഫ്ലൂയിഡ് പാസിംഗ് ഇൻ കോണ്ടാക്ട് വിത്ത് ഇറ്റ്. ദാറ്റ് ഈസ്, നമ്മുടെ സൂര്യനിൽ നിന്നുള്ള സോളാർ റേഡിയേഷനെ കളക്ട് ചെയ്യുക, എന്നിട്ട് ആ കളക്ടറുമായിട്ട് കോണ്ടാക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ഉണ്ടാവും. ആ ഫ്ലൂയിഡിലേക്ക് സോളാർ എനർജിയെ ട്രാൻസ്ഫർ ചെയ്യുക. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നിർവഹിക്കുന്ന ഒരു ഡിവൈസാണ് സോളാർ എനർജി കളക്ടർ. വി നോ ദാറ്റ് സോളാർ എനർജി ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ലൈറ്റ് ആൻഡ് ഹീറ്റ് എനർജി. സോ ഇങ്ങനെയുള്ള സോളാർ എനർജിയെ കളക്ട് ചെയ്ത് ഈ ഒരു ഡിവൈസിലെ ഫ്ലൂയിഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് സോളാർ കളക്ടർ ചെയ്യുന്നത്. സോളാർ എനർജി ഉപയോഗിക്കുന്ന ഏതൊരു ഡിവൈസ് അല്ലെങ്കിൽ സംവിധാനത്തിലും സോളാർ കളക്ടർ ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ്, യൂട്ടിലൈസേഷൻ ഓഫ് സോളാർ എനർജി റിക്വയേഴ്സ് സോളാർ കളക്ടേഴ്സ്. സോളാർ എനർജി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ ഡിവൈസസും അതിൻ്റെ ഡയറക്റ്റ് ഫോമിലല്ല, അതിനെ മറ്റൊരു രൂപത്തിലാക്കിയിട്ടാണ്, അല്ലെങ്കിൽ സോളാർ എനർജിയെ മറ്റൊരു എനർജി ഫോമിലേക്ക് മാറ്റിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. സോ അത്തരം ഡിവൈസസിൽ എസെൻഷ്യലായിട്ട് ഉപയോഗിക്കേണ്ട രണ്ട് കമ്പോണൻസ് ആണ് സോളാർ കളക്ടറും ഇതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള അബ്സോർബറും. ദാറ്റ് ഈസ്, essential components of any systems for the conversion of solar energy are a solar collector and its associated absorber. There are mainly two types of solar collector. First one is non-concentrating solar collector. അതിനെ ഫ്ലാറ്റ് പ്ലേറ്റ് ടൈപ്പ് എന്നും പറയാം. സെക്കൻഡ് വൺ ഈസ് കോൺസെൻട്രേറ്റിംഗ് ടൈപ്പ് സോളാർ കളക്ടർ. അതിനെ ഫോക്കസിംഗ് ടൈപ്പ് എന്നും പറയാം. ഇനി ഇത് രണ്ടും എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഫസ്റ്റ്ലി, നോൺ കോൺസെൻട്രേറ്റിംഗ് സോളാർ കളക്ടറിൻ്റെ പ്രത്യേകത നോക്കാം. ഹിയർ ദ കളക്ടർ ഏരിയ ഈസ് ദ സെയിം ആസ് ദ അബ്സോർബർ ഏരിയ. നമ്മൾ പറഞ്ഞു രണ്ട് എസെൻഷ്യൽ കമ്പോണൻസ് ആണ് കളക്ടറും അബ്സോർബറും. നോൺ കോൺസെൻട്രേറ്റിംഗ് സോളാർ കളക്ടറിൻ്റെ കേസിൽ ഇത് രണ്ടും ഈക്വലാണ്. എന്നാൽ കോൺസെൻട്രേറ്റിംഗ് ടൈപ്പിൽ കളക്ടർ ഏരിയ അബ്സോർബർ ഏരിയയെക്കാട്ടിലും 100 ടൈംസ് കൂടുതലാണ്. കളക്ടർ ഏരിയ ഈസ് 100 ടൈംസ് ഗ്രേറ്റർ ദാൻ അബ്സോർബർ ഏരിയ. ഇതിൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കോൺസെൻട്രേറ്റിംഗ് ടൈപ്പ് സോളാർ കളക്ടറാണ്. ഈ ടൈപ്പിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, മച്ച് ഹൈ ടെമ്പറേച്ചർ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ദാൻ നോൺ കോൺസെൻട്രേറ്റിംഗ് ടൈപ്പ്. അതായത് നോൺ കോൺസെൻട്രേറ്റിംഗ് സോളാർ കളക്ടറിനേക്കാൾ കൂടുതൽ ടെമ്പറേച്ചർ ഒബ്റ്റെയിൻ ചെയ്യാൻ ഇതിന് കഴിയും. രണ്ടാമത്തെ, ഇറ്റ് ജനറേറ്റ്സ് മീഡിയം പ്രഷർ സ്റ്റീം. സോളാർ കളക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്റ്റീമിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാം. ഈ സ്റ്റീമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മീഡിയം പ്രഷർ സ്റ്റീം ആയിരിക്കും. മൂന്നാമത്തെ, ബെറ്റർ എഫിഷ്യൻസി ദാൻ നോൺ കോൺസെൻട്രേറ്റിംഗ് ടൈപ്പ്. അതിൻ്റെ എഫിഷ്യൻസി നോൺ കോൺസെൻട്രേറ്റിംഗ് സോളാർ കളക്ടറിനെക്കാട്ടിലും കൂടുതലാണ്. അതായത് കുറച്ച് സോളാർ എനർജിയിൽ നിന്ന് തന്നെ കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് എഫിഷ്യൻസി കൂടുതലാണെന്ന് പറയാം. നാലാമത്തെ, ഇറ്റ് യൂസസ് മെനി ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് മിറേഴ്സ് ആൻഡ് ലെൻസസ് ടു കോൺസെൻട്രേറ്റ് സൺ റേസ് ഓൺ ദ ബോയിലർ. ഇതിൽ ബോയിലർ എന്നുള്ളൊരു പാട്ടുണ്ട്. അതിൽ വെള്ളം ഉണ്ടാവും. ഇതിലേക്ക് സോളാർ എനർജിയെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഇവിടെ മിറേഴ്സും ലെൻസസൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അഞ്ചാമത്തെ, ഫോർ ദ ബെസ്റ്റ് എഫിഷ്യൻസി കളക്ടർ ഷുഡ് ബി മൗണ്ടഡ് ടു ഫേസ് ദ സൺ ആസ് ഇറ്റ് മൂവ്സ് ത്രൂ സ്കൈ. അതായത് എഫിഷ്യൻസി കൂടുന്നതിന് വേണ്ടിയിട്ട് കളക്ടറിനെ സൂര്യനിലേക്ക് ഫേസ് ചെയ്ത് വെക്കണം. ദാറ്റ് ഈസ്, സണ്ണിൻ്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ചിട്ട് കളക്ടറിൻ്റെയും പൊസിഷൻ മാറ്റി സണ്ണിനെ ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നാലാണ് എഫിഷ്യൻസി കൂടുക.
സോ ഇത്രയും ഫീച്ചേഴ്സ് കാരണമാണ് കോൺസെൻട്രേറ്റിംഗ് ടൈപ്പ് സോളാർ കളക്ടർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് നോൺ കോൺസെൻട്രേറ്റിംഗ് സോളാർ കളക്ടേഴ്സ് ഓർ ഫ്ലാറ്റ് പ്ലേറ്റ് സോളാർ കളക്ടേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കളക്ടിങ് ഹീറ്റ് ഫോർ സ്പേസ് ഹീറ്റിംഗ്, ഡൊമസ്റ്റിക് ഹോട്ട് വാട്ടർ ഓർ കൂളിംഗ് വിത്ത് ആൻ അബ്സോർപ്ഷൻ ചില്ലർ. അതായത് സാധാരണയായിട്ട് സ്പേസ് ഹീറ്റിംഗ്, ഡൊമസ്റ്റിക് ഹോട്ട് വാട്ടർ പ്രൊഡക്ഷന്, ഡൊമസ്റ്റിക് കൂളിംഗ് വിത്ത് ആൻ അബ്സോർപ്ഷൻ ചില്ലർ, ഈ ഒരു അപ്ലിക്കേഷൻസിനെല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടേഴ്സ് ഉപയോഗിക്കാറ്. സ്പേസ് ഹീറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസ് ഷട്ടിൽസിലൊക്കെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കൂളിംഗ് വിത്ത് അബ്സോർപ്ഷൻ ചില്ലർ എന്ന് വെച്ചാൽ വീട് അബ്സോർപ്ഷൻ ചില്ലർ ഉപയോഗിച്ച് കൂളാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിൽ 90 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിന് താഴെ മാത്രമേ ഈ ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടർ ഉപയോഗിച്ച് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റൂ. ദാറ്റ് ഈസ് ടെമ്പറേച്ചർ ബിലോ 90 ഡിഗ്രി സെൽഷ്യസ് ആർ അഡ്യൂക്കേറ്റ് ആൻഡ് these flat plate collectors are made in rectangular panels from 1.7 to 2.9 സ്ക്വയർ മീറ്റർ ഏരിയ. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിർമ്മിക്കാൻ വളരെ എളുപ്പമാണ്. ഇറ്റ് ഈസ് സിമ്പിൾ ടു കൺസ്ട്രക്ട്. ഇറ്റ് ക്യാൻ കളക്ട് ഡയറക്റ്റ് ആൻഡ് ഡിഫ്യൂസ് റേഡിയേഷൻ. ഇതിന് ഡയറക്റ്റ് റേഡിയേഷനെയും ഡിഫ്യൂസ്ഡ് റേഡിയേഷനെയും കളക്ട് ചെയ്യാൻ സാധിക്കും. It is partially effective even on cloudy days when there is no direct radiation. അതായത് ക്ലൗഡി ഡേയ്സ് ആണെങ്കിൽ പോലും എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺലൈറ്റിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞ ദിവസങ്ങളിൽ പോലും ഇത് പാർഷ്യലി എഫക്റ്റീവ് ആയിരിക്കും. ഇതിന് കാരണം ക്ലൗഡി അറ്റ്മോസ്ഫിയറിൽ ഡയറക്റ്റ് റേഡിയേഷൻ ഉണ്ടാകില്ലെങ്കിലും ഡിഫ്യൂസ്ഡ് റേഡിയേഷൻ ഉണ്ടാവും. ഈ ഒരു കളക്ടറിന് ഡിഫ്യൂസ്ഡ് റേഡിയേഷനെയും കളക്ട് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ടാണ് ക്ലൗഡി ഡേയ്സിലും ഇത് പാർഷ്യലി എഫക്റ്റീവ് ആണെന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് നോൺ കോൺസെൻട്രേറ്റിംഗ് ഓർ ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടേഴ്സ്. ഫസ്റ്റ് വൺ, used for collecting heat or space heating, domestic hot water or cooling with an absorption chiller. Temperature below 90 degrees Celsius are adequate. These are made up of rectangular panels from 1.7 to 2.9 square meter area. It is simple to construct. It can collect both direct and diffuse radiation. It is partially effective even in cloudy days when there is no direct radiation. Now let's see its major components. There are mainly 5 components. First one, a transparent cover. ഈ കവറായിട്ട് നമ്മൾ ഒന്നിലധികം ഗ്ലാസ് ഷീറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ റേഡിയേഷനെ കടത്തിവിടുന്ന പ്ലാസ്റ്റിക് ഫിലിമോ ഷീറ്റോ ഉപയോഗിക്കാം. സെക്കൻഡ് കമ്പോണൻറ്റ് ഈസ് ട്യൂബ്സ്, ഫിലിംസ്, passages or channels connected with absorber plate which carry liquid or air. That is, അബ്സോർബർ പ്ലേറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ട്യൂബോ അല്ലെങ്കിൽ പാസേജ് ചാനലോ ഉണ്ടായിരിക്കും. അതിലൊരു ലിക്വിഡോ എയറോ ഒക്കെ നിറച്ചിട്ടുണ്ടാവും. നെക്സ്റ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ്, അബ്സോർബർ പ്ലേറ്റ്. സാധാരണയായിട്ട് ബ്ലാക്ക് സർഫേസിലുള്ള ഒരു മെറ്റാലിക് പ്ലേറ്റ് ആണ് ഇതിനായിട്ട് ഉപയോഗിക്കാറ്. ഫോർത്ത് കമ്പോണൻറ്റ് ഈസ് insulation at back and sides which minimize heat loss. ഈ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ ഈ കളക്ടറിൻ്റെ ബാക്കിലും സൈഡിലും ഒക്കെ ഇൻസുലേഷൻ ചെയ്തിട്ടുണ്ട്. സാധാരണയായിട്ട് ഇൻസുലേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഗ്ലാസും ഫൈബറോ അല്ലെങ്കിൽ സ്റ്റൈലോഫോം എന്ന് പറയുന്ന ഒരു മെറ്റീരിയലൊക്കെയാണ്. ഫിഫ്ത്ത് വൺ, ദ കണ്ടെയ്നർ വിച്ച് എൻക്ലോസ് ദീസ് കമ്പോണൻറ്റ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ഫ്രം വെതർ. ദാറ്റ് ഈസ്, ഏത് കാലാവസ്ഥയിൽ നിന്നും ഈ 4 കമ്പോണൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു കണ്ടെയ്നർ ഉണ്ടായിരിക്കും. ഇത്രയുമാണ് ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടറിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ മേജർ കമ്പോണൻസും. ഈ ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടറിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെ ലിക്വിഡ് ഹീറ്റിംഗ് കളക്ടറും രണ്ടാമത്തെ എയർ ഓർ ഗ്യാസ് ഹീറ്റിംഗ് കളക്ടറും. ഫസ്റ്റ്ലി വി വിൽ ഡിസ്കസ് അബൌട്ട് ലിക്വിഡ് ഹീറ്റിംഗ് ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടർ. ഇത് യൂഷ്വലി യൂസ് ചെയ്യുന്നത് വാട്ടർ ഓർ എനി നോൺ ഫ്രീസി അക്വസ് സൊല്യൂഷൻ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോൺ ഫ്രീസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീസ് ചെയ്ത് പോവാത്ത സൊല്യൂഷൻസ്. ഓക്കെ, ഇനി
ഇത് ചില സമയങ്ങളിൽ നോൺ അക്വസ് ഫ്ലൂയിഡിൻ്റെ ഹീറ്റിങ്ങിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാറുണ്ട്. ഇറ്റ് ഈസ് ആൾസോ കോൾഡ് ആസ് പ്ലേറ്റ് ആൻഡ് ട്യൂബ് ടൈപ്പ് കളക്ടർ. ഇതിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട പാർട്സാണ് അബ്സോർബിംഗ് സർഫേസും ഒരു കോപ്പർ ട്യൂബും. ഇവിടെ അബ്സോർബിംഗ് സർഫേസായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സോളാർ റേഡിയേഷനെ നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്ന ഒരു ഫ്ലാറ്റ് സർഫേസാണ്. സാധാരണയായിട്ട് 1 to 2 മില്ലിമീറ്റർ തിക്നെസ്സുള്ള കോപ്പർ, സ്റ്റീൽ അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെ ഒക്കെ ഫ്ലാറ്റ് ആയിട്ടുള്ള പ്ലേറ്റ്സാണ് അബ്സോർബിംഗ് സർഫേസായിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഇനി 1 to 1.5 സെൻറ്റിമീറ്റർ ഡയമീറ്ററുള്ള ഒരു കോപ്പറിൻ്റെ ഒരു ട്യൂബ് അബ്സോർബിംഗ് സർഫേസുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ ഒരു ലിക്വിഡ് ഹീറ്റിംഗ് ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടറിൻ്റെ ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ലിക്വിഡ് ഹീറ്റിംഗ് ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടറിൻ്റെ മേജർ ഫീച്ചേഴ്സ്. അടുത്തതാണ് എയർ ഹീറ്റിംഗ് കളക്ടേഴ്സ്. ഇറ്റ് ഹീറ്റ്സ് എയർ ആൾവേസ് ഫോർ സ്പേസ് ഹീറ്റിംഗ്. സ്പേസ് ഹീറ്റിങ്ങിന് വേണ്ടിയിട്ട് എയർ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എയർ ഹീറ്റിംഗ് കളക്ടർ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അബ്സോർബർ പ്ലേറ്റിൻ്റെ എഫിഷ്യൻസിയാണ് അബ്സോർബിവിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ അബ്സോർബിവിറ്റി 93%-നേക്കാട്ടിലും കൂടുതലായിട്ടുള്ള പ്ലേറ്റ്സാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതിനെ വീണ്ടും നമുക്ക് ഗ്ലേസ്ഡ് ആൻഡ് അൺഗ്ലേസ്ഡ് സിസ്റ്റംസ് എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. ഇവയിൽ ഗ്ലേസ്ഡ് സിസ്റ്റംസ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം ഇതിനൊരു ട്രാൻസ്പെറൻറ്റ് ടോപ്പ് ഉണ്ടാവും സോളാർ റേഡിയേഷനെ കടത്തിവിടാൻ. ഇതിൻ്റെ ബാക്കും സൈഡും എല്ലാം ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഹീറ്റ് ലോസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ അബ്സോർബർ പ്ലേറ്റിൻ്റെ ഫ്രണ്ടിലൂടെയും ബാക്കിലൂടെയുമാണ് ഹീറ്റ് പാസ് ചെയ്യുന്നത്. ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും ലിക്വിഡ് ഹീറ്റിംഗ് കളക്ടറിനെ പോലെ തന്നെയാണ്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ ട്യൂബിന് പകരം യൂസ് ചെയ്യുന്നത് ട്യൂബ് ഫിൻസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എയർ ഹീറ്റിംഗ് കളക്ടേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ കോൺസെൻട്രേറ്റിംഗ് കളക്ടേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബ്രീഫായിട്ട് പറഞ്ഞിരുന്നു. ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. നമ്മൾ കണ്ടു കളക്ടർ ഏരിയ അബ്സോർബർ ഏരിയയെക്കാട്ടിലും കൂടുതലായിട്ടുള്ള കളക്ടേഴ്സാണ് കോൺസെൻട്രേറ്റിംഗ് കളക്ടേഴ്സ്. ഈ കോൺസെൻട്രേറ്റിംഗ് കളക്ടേഴ്സിനെയും നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫോക്കസിംഗ് ടൈപ്പും നോൺ ഫോക്കസിംഗ് ടൈപ്പും. അതിലെ ഫോക്കസിംഗ് ടൈപ്പ് കോൺസെൻട്രേറ്റിംഗ് കളക്ടേഴ്സിനെ കുറിച്ച് നമുക്ക് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫോക്കസിംഗ് ടൈപ്പ് കോൺസെൻട്രേറ്റിംഗ് കളക്ടേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഇൻറ്റൻസിറ്റി ഓഫ് സോളാർ റേഡിയേഷൻ അബ്സോർബിംഗ് സർഫസ് ഉപയോഗിച്ചുകൊണ്ട് കളക്ട് ചെയ്യാൻ സാധിക്കും. ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടറിൽ സോളാർ റേഡിയേഷൻ്റെയും അബ്സോർബറിൻ്റെയും ഇടയിൽ ഒരു റിഫ്ലക്റ്റിംഗ് സർഫേസ് വയ്ക്കുന്നു. ഇങ്ങനെ ഒരു റിഫ്ലക്റ്റിംഗ് സർഫേസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് മോഡിഫൈ ചെയ്തിട്ടാണ് ഫോക്കസിംഗ് ടൈപ്പ് കോൺസെൻട്രേറ്റിംഗ് കളക്ടർ നിർമ്മിക്കുന്നത്. ഇതിലും രണ്ട് ടൈപ്പ് ഉണ്ട്. ലൈൻ ഫോക്കസിംഗ് കളക്ടറും പോയിന്റ് ഫോക്കസിംഗ് കളക്ടറും. ഇതിൽ ലൈൻ ഫോക്കസിംഗ് കളക്ടറിനെ തന്നെ വീണ്ടും 5 ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? ഒന്നാമത്തെ പാരബോളിക് ട്രഫ് കളക്ടർ, രണ്ടാമത്തെ മിറർ സ്ട്രിപ്പ് കളക്ടർ, മൂന്നാമത്തെ ഫ്രെനൽ ലെൻസ് കളക്ടർ, നാലാമത്തെ ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടർ വിത്ത് അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, അഞ്ചാമത്തെ കോമ്പൗണ്ട് പാരാബോളിക് കോൺസെൻട്രേറ്റർ. ലൈൻ ഫോക്കസിംഗ് കളക്ടറിൽ സോളാർ റേഡിയേഷനെ കളക്ട് ചെയ്യുന്നത് ഒരു ട്യൂബ് അല്ലെങ്കിൽ പൈപ്പ് ഉപയോഗിച്ചിട്ടാണ്. ആ പൈപ്പിനെയാണ് ലൈൻ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ഹിയർ ലൈൻ ഈസ് എ കളക്ടർ പൈപ്പ്. ഇനി ഇതിൻ്റെ 5 ടൈപ്സ് എങ്ങനെയാണെന്ന് ബ്രീഫായിട്ട് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ പാരബോളിക് ട്രഫ് കളക്ടർ. ഈ പാരബോളിക് ട്രഫ് കളക്ടർ സോളാർ പവർ പ്ലാന്റ്സിലാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു ട്രഫ് ഷേപ്ഡ് പാരബോളിക് റിഫ്ലക്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഉപയോഗിച്ച് സൺലൈറ്റിനെ നമ്മളൊരു ഹീറ്റ് പൈപ്പിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഈ പാരബോളിക് റിഫ്ലക്ടറിൻ്റെ ഫോക്കൽ പോയിന്റിലാണ് ആ ഹീറ്റ് പൈപ്പ് വെച്ചിട്ടുണ്ടാവുക. ഫോക്കൽ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാർ എനർജി എല്ലാം കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോയിൻ്റാണ്.
ആ പോയിന്റിലായിരിക്കും നമ്മൾ ഈ പൈപ്പ് വെച്ചിട്ടുണ്ടാവുക. ആ പോയിന്റിൽ ഒരു കൂളൻറ്റും വയ്ക്കും. ഈ കൂളൻ്റ് കളക്ടറിൽ നിന്നും ഹീറ്റ് ഒരു ബോയിലറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഈ ബോയിലറിൽ നിന്നും വരുന്ന സ്റ്റീം ഉപയോഗിച്ചിട്ടാണ് സോളാർ പവർ പ്ലാന്റിൽ പവർ ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തെയാണ് മിറർ സ്ട്രിപ്പ് റിഫ്ലക്ടർ. ഇതിൽ കുറച്ച് മിറർ സ്ട്രിപ്സ് ഒരു ഫ്ലാറ്റ് ബേസിൽ മൗണ്ട് ചെയ്ത് വെക്കുകയാണ്. ഈ മിറേഴ്സ് ബേസുമായിട്ടുണ്ടാക്കുന്ന ആംഗിള് സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോളാർ റേഡിയേഷനെ മിററിലേക്ക് ഫോക്കസ് ചെയ്യുന്ന അതേ ഫോക്കൽ ലൈനിലാണ് ഇതും സെറ്റ് ചെയ്യേണ്ടത്. മൂന്നാമത്തെയാണ് ഫ്രെനൽ ലെൻസ് കളക്ടർ. ഇതിൽ ഫ്രെനൽ ലെൻസ് ഉപയോഗിച്ചിട്ടാണ് സോളാർ റേഡിയേഷനെ അബ്സോർബറിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ ഫ്രെനൽ ലെൻസിനെ സണ്ണുമായിട്ട് 2 ഡയറക്ഷനിൽ അലൈൻ ചെയ്യാം. ഒന്ന്, ഫ്രെനൽ ലെൻസിൻ്റെ ലെങ്ത്തിന് എലോങ് ആയിട്ടും, 2 അതിൻ്റെ ലെങ്ത്തിന് പെർപെൻഡിക്കുലർ ആയിട്ടും. ആൻഡ് വൺ മോർ തിങ് ഈസ് സോളാർ റേഡിയേഷൻ ഈസ് ഫോക്കസ്ഡ് ടു അബ്സോർബർ ഫ്രം ദ ടോപ്പ്. നാലാമത്തെയാണ് കോമ്പൗണ്ട് പാരാബോളിക് കോൺസെൻട്രേറ്റേഴ്സ്. ഇതിൽ അഭിമുഖമായിട്ടിരിക്കുന്ന 2 പാരാബോളിക് മിറേഴ്സ് ചേർന്നിട്ട് ഒരു ട്രഫ്-ലൈക്ക് അറേഞ്ച്മെൻറ്റ് ഫോം ചെയ്യുകയാണ്. അതായത് ട്രഫ്-ലൈക്ക് അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗർത്തം പോലെ ഫോം ചെയ്യുന്നു. ഇവിടെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഈ ട്രഫിൻ്റെ അടിയിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ്സ് ഗുഡ് കോൺസെൻട്രേഷൻ എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് പോയിന്റ് ഫോക്കസിംഗ് കളക്ടർ. ഇതിനെ പാരാബോളോയിഡൽ ടൈപ്പ് കളക്ടർ എന്നും പറയാറുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് പാരാബോളോയിഡൽ ഡിഷ്. ഈ ഡിഷ് സോളാർ റേഡിയേഷനെ ഒരു ഫോക്കസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. ഈ ഒരു ഫോക്കസിലാണ് അബ്സോർബർ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അബ്സോർബറായിട്ട് സാധാരണ ഉപയോഗിക്കാറുള്ളത് സിർക്കോണിയം കോപ്പർ അലോയാണ്. ഈ ഒരു അബ്സോർബർ ക്യാവിറ്റിയുമായിട്ട് ഒരു പൈപ്പ് ബോണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ പൈപ്പിനകത്ത് ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ഫ്ലൂയിഡ് ഉണ്ട്. പിന്നെ ആദ്യം പറഞ്ഞ പരാബോളയുടെ ഡിഷിന് 2 ആക്സിസ് ഉണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ടേൺ ചെയ്തിട്ടാണ് ആ ഒരു ഫോക്കസിലേക്ക് സണ്ണിൻ്റെ റേഡിയേഷനെ കറക്റ്റായിട്ട് പഠിപ്പിക്കുന്നത്. ഏറ്റവും നന്നായിട്ട് സോളാർ റേഡിയേഷനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പോയിന്റ് ഫോക്കസിംഗ് കളക്ടർ ഉപയോഗിക്കാം. കൂടാതെ ഹൈ ടെമ്പറേച്ചർ റിക്വയർഡ് ആയിട്ടുള്ള ഡിവൈസിലെല്ലാം സാധാരണയായിട്ട് പോയിന്റ് ഫോക്കസിംഗ് കളക്ടറാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു കളക്ടറിൻ്റെ ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു പരാബോള ഡിഷും അബ്സോർബറും എല്ലാം നമുക്ക് കാണാവുന്നതാണ്. അടുത്തതായി നോൺ ഫോക്കസിംഗ് ടൈപ്പ് കളക്ടറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതൊരു മിറർ ബൂസ്റ്റഡ് ഫ്ലാറ്റ് ടൈപ്പ് കളക്ടറാണ്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം സൗത്ത് ഡയറക്ഷനിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് ആണ്. അതിൻ്റെ നോർത്ത് സൗത്ത് എഡ്ജസിൽ മിറേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അബ്സോർബറിലേക്ക് സോളാർ റേഡിയേഷനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ആംഗിൾസിലാണ് മിറർ സെറ്റ് ചെയ്യേണ്ടത്. സണ്ണിൻ്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ചിട്ട് ഈ ആംഗിളും നമ്മൾ ചേഞ്ച് ചെയ്ത് കറക്റ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോളാർ റേഡിയേഷനെ കൃത്യമായിട്ട് അബ്സോർബറിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് we will discuss about the advantages and disadvantages of concentrating collectors. First, we will discuss the advantages. First one, structurally it is simpler than flat plate collectors. രണ്ടാമത്തെ, cost per unit area is less. മൂന്നാമത്തെ, the working fluid attains high temperature. നാലാമത്തെ, ഇതിൻ്റെ മുടക്ക് മുതൽ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പിടിക്കാൻ കഴിയും. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞത്? സ്ട്രക്ചറലി ഇറ്റ് ഈസ് സിംപ്ലർ, കോസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ ഈസ് ലെസ്, വർക്കിംഗ് ഫ്ലൂയിഡ് അറ്റൈൻസ് ഹയർ ടെമ്പറേച്ചേഴ്സ്, ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് ക്യാൻ ബി റീഗെയിൻഡ് ബൈ സേവിങ് എനർജി ഇൻ എ ഷോർട്ട് പീരിയഡ്. നെക്സ്റ്റ് we will discuss the
disadvantages. First one is high initial cost. That is, ഇതൊരു കോസ്റ്റ്ലി ഡിവൈസാണ്. സെക്കൻഡ് വൺ, മെയിൻ്റനൻസിന് കുറച്ച് അഡീഷണൽ റിക്വയർമെൻറ്റ്സ് ആവശ്യമാണ്. അഡീഷണൽ റിക്വയർമെൻറ്റ്സ് ഫോർ മെയിൻ്റനൻസ്. തേർഡ് വൺ, കോസ്റ്റ്ലി ഓറിയൻറ്റിംഗ് സിസ്റ്റം ടു ട്രാക്ക് ദ സൺ. സോ ഇത്രയുമാണ് കോൺസെൻട്രേറ്റിംഗ് കളക്ടേഴ്സിനുള്ള ഡിസഡ്വാൻറ്റേജസ്.